ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 1 തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടിയ മലയാള സിനിമയാണ് പേട്രിയറ്റ്. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ, നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, രേവതി എന്നിങ്ങനെ മൾട്ടി സ്റ്റാർ താരനിരയാണ് അണിനിരന്നിട്ടുള്ളത്. ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 25,20,00,000 രൂപയാണ്. 9ാം ദിവസവും രണ്ടാമത്തെ ശനിയാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ 90 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 26,10,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. 9 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 73 കോടി റേഞ്ചിലാണ്. 125 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ൻ നിഗം നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് ഇന്നലെ മെയ് 8 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ദൃഢം. കൃഷ്ണപ്രഭ, അഭിരാൻ രാധാകൃഷ്ണൻ, മാത്യു വർഗീസ്, പ്രശാന്ത് മുരളി, കോട്ടയം രമേശ്, സാനിയ ഫാത്തിമ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 72 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. രണ്ടാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 75-80 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 1.5 കോടി റേഞ്ചിൽ ഈ സിനിമ എത്തിച്ചേർന്നിട്ടുണ്ട്. 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലാണ്. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ ചാപ്റ്ററും അവസാനത്തെ ഭാഗവുമായ ദൃശ്യം 3 തിയേറ്ററിലെത്തുന്നത് മോഹൻലാലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മെയ് 21 ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ 2 മിനിറ്റ് 4 സെക്കൻഡ് ദൈർഘ്യമുള്ള വളരെ മികച്ച ഒരു ട്രെയിലർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7 മണിയോടെ പുറത്തു വന്ന ട്രെയിലർ വളരെ മികച്ച ട്രെൻഡിംഗ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ വിദേശ രാജ്യങ്ങളിൽ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമ പ്രീസെയിൽ കളക്ഷനായി ഇന്ന് വൈകിട്ട് 5 മണിയോടെ 2.5 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. മെയ് 7 വ്യാഴാഴ്ച ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി തിയേറ്ററിലെത്തിയ ഡിബേഷണൽ ഫിലിമാണ് കൃഷ്ണാവതാരം പാർട്ട് 1. ഹാർദിക് ഗജ്ജാർ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സിദ്ധാർത്ഥ് ഗുപ്ത, സംസ്കൃതി ജയന, സുസ്മിത ഭട്ടി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയിൽ 16 ലക്ഷം, തെലങ്കാനയിൽ 12 ലക്ഷം, ആന്ധ്രാപ്രദേശിൽ 50,000 രൂപ, തമിഴ്നാട്ടിൽ 4 ലക്ഷം, കേരളത്തിൽ 50,000 രൂപ എന്നിങ്ങനെ ഇന്ത്യയിൽ നിന്ന് 2 ദിവസം കൊണ്ട് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 2,08,00,000 രൂപ മാത്രമാണ്. ഏകദേശം 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് ഒരു മികച്ച തുടക്കം നേടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹൃദേശ് ദേശ്മുഖ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് രാജാ ശിവാജി. മറാഠിയിലും ഹിന്ദിയിലുമായി തിയേറ്ററിലെത്തിയ സിനിമയിൽ ഹൃദേശ് ദേശ്മുഖ്, സഞ്ജയ് ദത്ത്, അഭിഷേക് ബച്ചൻ, വിദ്യാ ബാലൻ, മഹേഷ് മഞ്ജരേക്കർ, ഫർദീൻ ഖാൻ, ഭാഗ്യശ്രീ ബോൾസെ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഇന്ത്യയിൽ മാത്രം റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 9 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരള കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 2,23,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ നിന്ന് 1,37 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ആന്ധ്രയിൽ 16 ലക്ഷം, തമിഴ്നാട്ടിൽ 22 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 70,63 ലക്ഷം രൂപയാണ്. മറാഠി പതിപ്പിൽ നിന്ന് 49,86 ലക്ഷം നേടിയ ഈ സിനിമ ഹിന്ദി പതിപ്പിൽ നിന്ന് നേടിയെടുത്തത് 20,77 ലക്ഷം രൂപയുമാണ്. 74 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. ഏപ്രിൽ 30 തിയേറ്ററിലെത്തിയ കന്നഡ സിനിമയാണ് KD ദി ലെവൽ. പ്രേം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധ്രുവ സർജ, സഞ്ജയ് ദത്ത്, ശില്പ ഷെട്ടി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ 9 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കർണാടകയിൽ നിന്ന് 21,85 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 13 ലക്ഷം ഉൾപ്പെടെ 9 ദിവസത്തെ ഈ സിനിമയുടെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ 21,98 ലക്ഷം രൂപയാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റ് 76 കോടി രൂപയാണ്. ധനുഷ് നായകനായി വിഘ്നേഷ് രാജ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 30 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കര. ഈ സിനിമയുടെയും 9 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 27,35, കർണാടകയിൽ 3,68, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 9,12, കേരളത്തിൽ 65 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 31 ലക്ഷം എന്നിങ്ങനെ 41,11 ലക്ഷം രൂപയാണ് 9 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $1.08 മില്യൺ, അതായത് 10,24 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ 51,35 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി നേടിയെടുത്തിട്ടുള്ളത്. 80 കോടി ബ്രേക്ക് ഈവൻ പോയിന്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് നിലവിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. നിലവിൽ യൂട്യൂബിൻ്റെ പുതിയ നിയമം അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുന്നവർക്ക് വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടെങ്കിൽ മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷൻ വരൂ എന്നാണ് യൂട്യൂബിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായും വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.